ഹായ് എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുവിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം കൊണ്ടുള്ള ഹൽവ. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 4 വലിയ ഏത്തപ്പഴം വെച്ചാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴം പുഴുങ്ങിയിട്ട് ആവി കയറ്റി പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയിലോട്ട് ഈ പഴം പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ലൂസ് ആവണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചാൽ മതി. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ അരച്ചു വെച്ച ആ പഴം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കട്ടിക്ക് വേണം അരയ്ക്കാനായിട്ട്. ഇതിൽ കൂടുതൽ ലൂസ് ആവണ്ട. പിന്നെ അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കണം കേട്ടോ. നമ്മൾ പഴുക്കാത്ത പഴമാണെങ്കിൽ അതിനൊരു കറ ചുവയ്ക്കത്തില്ലേ, അതുണ്ടാവരുത്. അപ്പോൾ കുറച്ച് നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇനി ഇത് ഈ നെയ്യിലിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം. കുറച്ച് സമയം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ആ നെയ്യ് പഴത്തിലോട്ടങ്ങ് പിടിക്കും. ആ സമയത്ത് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ ചേർക്കാം കേട്ടോ. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഞാൻ 1 കപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. ശർക്കര ആണെങ്കിൽ ഒരു 1 കപ്പ് ശർക്കര പാനി ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ അത് അലിഞ്ഞു കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം. പതുക്കെ അത് കട്ടിയായിട്ട് വരും. അപ്പോൾ നല്ല ലൂസായിട്ടിരുന്നത് മാറിയിട്ട് ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ചായിട്ട് നെയ്യ് ചേർത്തിട്ട് ഇത് നല്ല കട്ടിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു മിനിമം ഒരു 1/4 കപ്പ് നെയ്യെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടി വരും. ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നെയ്യ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു പരുവൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ മിനിമം 1/4 കപ്പ് നെയ്യ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിത് നല്ലതായിട്ട് വരട്ടി എടുക്കാം. അപ്പോൾ ഈ ഇപ്പോൾ ചേർത്ത 2 ടേബിൾ സ്പൂൺ നെയ്യ് ഫുള്ളായിട്ട് ഈ പഴത്തിലോട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് കാണാം. അത് ഫുള്ള് ആ പഴത്തിൽ അങ്ങ് പിടിക്കണം. ഇതിനകത്ത് ഫ്ലേവറിനായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചിലർ ഏലക്കാപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കും. ശരിക്കും ആ പഴത്തിൻ്റെ മാത്രം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അതൊന്ന് നന്നായിട്ട് പഴത്തിലോട്ട് പിടിച്ചു കഴിയുമ്പോൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ആ ഒരു രീതിയിൽ നന്നായിട്ട് വരട്ടി എടുക്കാം. ഇപ്പോൾ അതേ പഴം കണ്ടോ, ഇതുപോലെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. എന്നാലും ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ, പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു ബോൾ പോലെ വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും നെയ്യാണ് ഇതുവരെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഓറഞ്ച് ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കളർ ചേർക്കുന്നത് കൊണ്ട് ഹൽവയുടെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഹൽവ ഇതൊന്നും ഇല്ലാതെ തന്നെ ഹൽവ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ കിട്ടും. അപ്പോൾ ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കളർ ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തു. നല്ലൊരു ഓറഞ്ച് കളറാണിപ്പോൾ. അപ്പോൾ ഇതിപ്പം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇനി ഇതൊരു 1-2 മിനിറ്റും കൂടി നമുക്കൊന്ന് വരട്ടിയാൽ മതി. അതിന് മുന്നേ ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിയുമ്പോൾ ഹൽവ റെഡിയാവും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പൂണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതിനകത്ത് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇത് മതി. പിന്നെ ഹൽവ ഏത് പരുവത്തിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഹൽവ വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം, ഇനി ഒരു 5 മിനിറ്റും കൂടി വഴറ്റി കുറച്ചും കൂടി നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതി. അതല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഹൽവ സെറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ താഴെയും സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് നെയ്യ് തടവി വെക്കണം. ഇനി ഇതിനകത്തോട്ട് ഹൽവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കും.
ഇത് കുറച്ച് നേരം നമ്മളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു 5-6 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. ഞാൻ സാധാരണ ഇത് രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ എടുക്കുകയാണ് ചെയ്യുന്നത്. രാത്രി ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിലും ഇത് നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടും. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത്. ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ വരഞ്ഞു വെക്കുന്നുണ്ട്. ഫുള്ള് കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നിങ്ങനെ വരഞ്ഞു വെക്കുവാണ്. എന്നിട്ട് ഓരോ പീസിൻ്റെ മുകളിൽ ഒരു കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ഹൽവയിൽ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, കാഷ്യൂനട്ടൊന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഓരോ പീസിൻ്റെ മുകളിൽ ഒരു കഷ്ണം, ഒരു പീസ് ബദാം വെക്കുന്നുണ്ട്. ബദാമോ കാഷ്യൂനട്ടോ ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചു. ഇനി നമുക്കതൊരു 5 മണിക്കൂർ മിനിമം സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിതിപ്പോൾ രാത്രി വെച്ചിട്ട് നാളെ രാവിലെയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച ഹൽവയാണ്. ഇത് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് കുറച്ച് പീസുകളൊക്കെ മിസ്സിങ്ങാണ് കേട്ടോ. അത് ഇന്നലെ തന്നെ കുട്ടികൾ കഴിച്ചതാണ്. അപ്പോൾ ബാക്കിയുള്ള പീസുകൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമുക്കിതുപോലെ കറക്റ്റ് ഓരോ നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാനും പറ്റുമേ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തണുപ്പ് മാറാനാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചാൽ മതി. വളരെ കുറച്ച് സാധനങ്ങളുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പാൽപ്പായസത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഹൽവ. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുവേ. ഒരു 1-2 ദിവസമൊക്കെ കഴിയുമ്പം അതിൻ്റെ ആ പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ചും കൂടി വന്നിട്ട് കൂടുതൽ ടേസ്റ്റിയാണ്. 3-4 ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് തന്നെ കേടാകാതെ ഇരിക്കും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.